ആദർശ് കിരണിനെ വിളിക്കുന്നുണ്ട്. കിരണിനെ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. നയന പോയിട്ട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു. അബിയുടെ ഭീഷണി അത്രത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 10 ലക്ഷം രൂപയോളം അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. അത് കണ്ടപ്പോൾ നയനയ്ക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് നയന എല്ലാവരോടും പോയി പറഞ്ഞതെന്ന് ആദർശ് പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായിടാ, എന്തിനാ മൂടി വിറച്ചിച്ച് നടക്കുന്നത്? എല്ലാവരും സത്യങ്ങൾ അറിയട്ടെ. അല്ല, നിന്റെ അമ്മ എന്ത് പറഞ്ഞു? അമ്മ അറിഞ്ഞപ്പോൾ ആകെപ്പാടെ സീനായി. ഞാൻ കരുതി അമ്മ എൻ്റെ കൂടെ നിൽക്കും, നയന എൻ്റെ കൂടെ നിൽക്കില്ലെന്നാ. പക്ഷേ നേരെ തീർച്ച സംഭവിച്ചത്. നയനയ്ക്ക് എന്നെ വിശ്വാസമാണ്. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യില്ലെന്ന് നയനയ്ക്ക് ഉറപ്പാ. പക്ഷേ അമ്മ എന്നെ വെറുത്തു. അമ്മ പറയാണ്, എന്നോട് ഇപ്പം യാതൊരു സ്നേഹമില്ല, ഞാൻ എല്ലാവരും ചതിക്കായിരുന്നു, അമ്മയെ ചതിക്കായിരുന്നൊക്കെ. സത്യമായിട്ടും ഞാൻ അമ്മയെ ചതിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ആവർത്തി പറഞ്ഞു നോക്കി. പക്ഷെ അമ്മ അത് കേൾക്കുന്നില്ല. അല്ലടാ, DNA ടെസ്റ്റിന്റെ കാര്യം എന്തായി? ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങായിരുന്നു. അവനെന്നെ വിളിച്ചിരുന്നു, റിസൾട്ട് റെഡിയായെന്നും പറഞ്ഞ്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാവാണ്. അല്ല, നിനക്ക് ടെൻഷനുണ്ടോ? എനിക്കെന്തിനാണ് ടെൻഷൻ? എനിക്ക് ആരായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്, അല്ലാതെ വേറെ ടെൻഷനൊന്നുമില്ല. ഒരിക്കലും അത് ഞാനായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ നിനക്ക് ആരെയാ സംശയം? അത് പിന്നെ പറയണോടാ, അഭി തന്നെയായിരിക്കും. അവൻ ഇതൊക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിലും എല്ലാം പറഞ്ഞ് കരുക്കൾ നീക്കണമെങ്കിലേ അത് ഇവൻ തന്നെയായിരിക്കും. അകത്തുനിന്ന് ഒരാൾ തന്നെയാ എന്നെ ചതിച്ചത്, അതെനിക്ക് 100% ഉറപ്പാ. വേറെ ആര് വരാനാടാ? അത് അഭി തന്നെയാണ് എന്ന് ആദർശ് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഇപ്പോ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുക. മുത്തശ്ശിയും നയനയും മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. പിന്നെ അനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറ് കൂടിയില്ല. അവൻ മറ്റേതൊരു ലോകത്താ. അവന്റെ മനസ്സിലും അവന്റെ ലോകത്തും ഇപ്പൊ നന്ദു മാത്രമേ ഉള്ളൂ. നന്ദു എന്നും പറഞ്ഞ് അവൻ പിന്നാലെ നടക്കാണ്. അവന് മറ്റൊരു കാര്യം ചിന്തയില്ല. എടാ, അത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോടാ. വിവാഹം കഴിഞ്ഞ് അവനിപ്പോ ഒരു ഭാര്യ ഉള്ളതല്ലേ? അപ്പൊ പിന്നെ വേറെ പെണ്ണിന്റെ പുറകെ പോകുന്നത് ആ തെറ്റില്ലേടാ? അതൊക്കെ ശരിയാണ്. പക്ഷേ വന്ന പെണ്ണിനോട് തോന്നണ്ടേ അവനെ സ്നേഹിക്കണമെന്ന്? അനാമികയ്ക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അനി പറഞ്ഞതൊക്കെ സത്യമാണ്. അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയാ. നമ്മുടെ വീട്ടിലെ സ്വത്തും പണമൊക്കെ കണ്ട അവൾ വന്നിരിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല, അനി എന്നെ ഒരു വീഡിയോ കാണിച്ചു. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ത് വീഡിയോ? ഈ അനാമിക വേറൊരു പയ്യന്റെ കൂടെ പാർക്കിൽ ചുറ്റിത്തിരുന്നതും അഴിഞ്ഞാടി നടക്കുന്നതുമായിട്ടുള്ള വീഡിയോ. ഇതിനു മുന്നേ കുറെ പേരൊക്കെ ഈ അനാമികയുടെ സ്വഭാവം കൊള്ളില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാനൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെങ്കില് അനിയൊക്കെ നേരിട്ട് പോയി കാണാമായിരുന്നു. അങ്ങനെ പലരുമായിട്ടും അവർക്ക് പല ബന്ധങ്ങളുമുണ്ട്. ക്ലബിലും പല സ്ഥലങ്ങളിലും ഈ അനാമിക പോകാറുമുണ്ട്. അനാമികയുടെ പാസ്റ്റൊക്കെ മൊത്തത്തിലൊരു മിസ്റ്ററിയാണ്. അവരുടെ ഫാമിലി പറഞ്ഞതൊന്നും അത്രയ്ക്ക് വിശ്വാസയോഗ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്തൊക്കെയോ തട്ടിക്കൂട്ട് നടക്കുന്ന പോലെ ഉണ്ട്. പിന്നെ അതിനൊന്നും നമ്മൾ അന്വേഷിച്ചു പോകാറില്ല. എന്തായാലും അവന്റെ ഭാര്യയായിട്ട് ആ കുട്ടി വന്നാൽ പിന്നെ അവന്റെ ജീവിതം അത് നന്നായി പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മറ്റൊന്നും അന്വേഷിക്കാതെ വിവാഹം നടത്തിയത്. പക്ഷെങ്കിൽ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നുവെന്ന് ആദർശ് പറയുന്നുണ്ട്. അവൾ അങ്ങനെ തുടർന്നു പോകുന്നത് കൊണ്ടാണ് എനിക്കും ആ നന്ദുനോട് ഇപ്പോഴും താല്പര്യം. അനാമികയൊന്നും നോക്കാൻ പോലും അവൻ തയ്യാറാവുന്നില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണ്. നന്ദു പലതവണ അവൻ ഒഴിവാക്കി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിലൊന്നും അവൻ സമ്മതിക്കാറില്ല. അവളെ ഭീഷണിപ്പെടുത്തി പോലും അവനിപ്പോൾ വരുത്താറുണ്ട്. എന്തായാലും നന്ദിപ്പോ ട്രെയിനിലെങ്കിലായതുകൊണ്ട് വലിയ സമാധാനം. ഈയിടയ്ക്ക് അങ്ങാട് അവിടെ നിന്ന് വിളിച്ചു എന്നോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കായിരുന്നു എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്തായാലും നന്ദു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വരട്ടേടാ. അനാമികയുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഒരുമിപ്പിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ മനസ്സിൽ നന്ദു ആണെങ്കിൽ അത് തന്നെ നടക്കുന്നില്ല നല്ലത്. എടാ, നീ എന്തൊക്കെയാ കിരണ ഈ പറയുന്നേ? നിനക്ക് മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ. ഇന്നേ വരെ ഈ കുടുംബത്തിൽ ആരും ഡിവോഴ്സായി പോയിട്ടില്ല. അങ്ങ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്നാണ് മുത്തശ്ശിയുടെ ഒക്കെ ആഗ്രഹം. അവർ നന്നായി ജീവിച്ചു പോണം. അനാമികയുടെ സ്വഭാവമൊക്കെ മാറി നല്ല രീതിക്കായി വരും. ഞാനും നയനയൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു? അടിയും ബഹളമൊക്കെ അല്ലായിരുന്നോ? അതൊക്കെ മാറിപ്പോ ഞങ്ങൾ സ്നേഹിക്കാറില്ലേ, അതുപോലെ അവരും സ്നേഹിച്ചോളും എന്ന് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ കിരണിനോട് പറയാണ്, എന്തായാലും നീ പോകാൻ ഇറങ്ങിയതല്ലേ, എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യം നോക്ക്, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുവാണ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കിരൺ പോയിട്ട് ആ ഒരു DNA റിസൾട്ട് മേടിക്കാൻ പോകുന്നുണ്ട്. ഈ സമയം നയനയോട് ആദർശ് പറയാണ്, ഇതുപോലെ ഞാൻ കിരണിനെ വിളിച്ചിരുന്നു, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആണോ? എങ്കിൽ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോയി കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സംഭവം ഒളിഞ്ഞെന്ന് അഭി കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ DNA ടെസ്റ്റിനൊക്കെ കൊടുത്തോ?
ഇവന്റെ സാമ്പിൾ ആയിരിക്കല്ലേ കൊടുത്തത്, എന്നാലും എന്റെ കൊടുക്കാൻ ചാൻസ് ഒന്നും ഇല്ല, ഇനി കൊടുത്തു കാണുമോ എന്നും പറഞ്ഞ് അവൻ ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി കിരണിന്റെ കയ്യിൽ നിന്നും ആ കവർ അടിച്ചു മാറ്റി നോക്കണമല്ലോ എന്നിവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ കിരൺ പോയി ആ റിസൾട്ട് മേടിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ റൗഡികളെ നിർത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ റിസൾട്ട് കൈക്കലാക്കാനായിട്ട്. അങ്ങനെ കിരൺ ആണെങ്കിൽ ആ റിസൾട്ടുമായിട്ട് വരുന്ന വഴിക്ക് വെച്ച് തന്നെ ഇവന്മാര് വന്ന് വണ്ടിക്ക് വട്ടാൻ നിൽക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യാണ്. കിരൺ വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് അവന്മാരെ കുറെ ദേഷ്യപ്പെടുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന്മാർ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ കിരൺ കാണാതെ മറ്റൊരാൾ വന്നിട്ട് ഈ റിസൾട്ടുമായിട്ട് പോകുന്നുണ്ട്. കിരൺ കാറിൽ കയറിയിട്ട് നേരെ ആദർശിന്റെയും നയനയുടെ അരികിലേക്ക് വരികയാണ്. നയന ചോദിക്കുന്നുണ്ട്, അല്ല കിരണേട്ടാ, എന്തായി, കിട്ടിയോ? കിട്ടി. കിരണേട്ട പൊട്ടിച്ചു നോക്കിയോ? ഇല്ല, ഇവിടെ വന്നിട്ട് നോക്കാന്നും കരുതി ഞാൻ വെച്ചിരുന്നാണ് എന്ന് പറയുന്നുണ്ട്. കാറിലേക്ക് നോക്കിയതും കിരൺ ഞെട്ടിപ്പോവാണ്. അയ്യോ, ഇവിടെ ഇരുന്ന റിസൾട്ട് എവിടെ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചേ? അല്ല, ഇവിടെ റിസൾട്ട് ഇരിപ്പുണ്ടായിരുന്നു, പക്ഷെങ്കില് അത് ഞാൻ കൊണ്ടുവന്നതാ. എന്റെ ബാഗിന്റെ മുകളിലായിട്ടാ ഇരുന്നത്. പക്ഷെങ്കിൽ ഇത് എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ലല്ലോ ആദർശേ എന്ന് പറയുന്നുണ്ട്. അത് എന്ത് സംഭവിച്ചതാ കിരണേ? നീ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? അതെ, നേരെ ഇങ്ങോട്ടാ വന്ന്. അല്ല ആദർശേ, വഴിയിൽ വെച്ചേ ഒരു ബൈക്കുകാരൻ വന്ന് ഇടങ്കോലിട്ടു. അങ്ങനെ ചെറിയ സീനായി. അവന്മാർക്കിടെ അടിയൊക്കെ കൊടുത്തു. അതിനിടയിൽ അങ്ങനെ മിസ്സായതായിരിക്കോ? അപ്പോഴേക്കും ആദർശ് പഴയ കാര്യം ഓർക്കാണ്. പണ്ടിതുപോലെ തന്നെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്ന വഴിയിലും ഒരു ബൈക്കാരന്മാർ വന്നാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. ആദർശ് പറയാണ്, എങ്കിൽ കിരണേ നോക്കണ്ട, അതെന്തായാലും ആ ഡീനഡസിന്റെ ഉടമ ആരാണോ അവൻ തന്നെയാ കൊണ്ടുപോയിരിക്കുന്നത്. അതാരായിരിക്കും? എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും കിരൺ അവിടെ നിന്ന് മേടിക്കാൻ പോയെന്നും ഞങ്ങളുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റാരും അറിയില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ പോലും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുമില്ല. ഇനി ആരെങ്കിലും ഒളിഞ്ഞെന്ന് കേട്ടതാണെന്ന് അറിയില്ല. അങ്ങനാണെങ്കിൽ വീട്ടിലുള്ളതെന്ന് ആയിരിക്കലോടാ കള്ളൻ. പക്ഷെങ്കില് നീ വിഷമിക്കണ്ട, ഞാനിപ്പോ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ ആണെങ്കിൽ ആ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എടാ, അതിന്റെ കോപ്പിയെ നിന്റെ ഫോണിലോട്ടൊന്ന് അയച്ചേ, അതിന്റെ ഒറിജിനൽ മിസ്സായിപ്പോയി. ഞാൻ ഇപ്പൊ തന്നെ അയക്കാന്നും പറഞ്ഞിട്ട് അയാളെ കോപ്പി അയക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിന്റെ ഒരു സംഭവം അവിടെ കാണാതിരിക്കില്ലല്ലോ. നമ്മുടെ പൊട്ടനായ അബി അതിന്റെ ഒറിജിനൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. കവറ് പോലും പൊട്ടിക്കാത്തത് കൊണ്ട് നമ്മുടെ കിരൺ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെങ്കില് അയാളുടെ കയ്യില് അതിന്റെ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു. ആ കോപ്പി കിരണിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അബിയാണെങ്കില് മാറുന്നൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ആ കവർ പൊട്ടിക്കാണ്. സമാധാനം. എന്തായാലും കിരണും ഈ കവർ കണ്ടിട്ടില്ല, പൊട്ടിച്ചു നോക്കിയിട്ടില്ല. അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാണ്. പൊട്ടിച്ചു നോക്കുമ്പോഴേക്കും അബി എന്നും പറഞ്ഞ് അബിയുടെ പേരാണ് ആ DNA ടെസ്റ്റിൽ മാച്ചിങ്ങി കാണിക്കുന്നത്. അപ്പോഴേക്കും അബി ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്റെ ഈശ്വര, ഇത് ഞാനിപ്പോ എടുത്തില്ലായിരുന്നെങ്കിൽ എല്ലാം കൊണ്ടും പൊളിഞ്ഞാനെ, തകർന്നടിഞ്ഞാനെ എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് അവനെ നടന്ന് വലിച്ചു കീറുന്നുണ്ട്. ഇവരെങ്ങനെ എന്റെ DNA ടെസ്റ്റിനുള്ള സാമ്പിളൊക്കെ ഒപ്പിച്ചു? ഒരുപക്ഷെ എന്റെ മുടി എങ്ങാനും അവളെ കളക്ട് ചെയ്ത് കൊടുത്തു കാണും. അവളെ ബ്രില്യന്റാ, എന്തും ചെയ്യാനേ അവൾക്കൊരു മടിയില്ല. ഇന്നത്തോടെ എന്റെ എല്ലാ കള്ളിയും പൊളിഞ്ഞാനെ. എന്തായാലും സമാധാനമായി, അവര് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അതൊക്കെ കീറിയിട്ടിട്ട് ബൈക്കാർക്ക് കാശ് കൊടുത്തൊക്കെ സെറ്റിലാക്കിയിട്ട് അവൻ നേരെ അടുത്ത കാമുകിയെ കാണാനായിട്ട് പോവാണ്. ഈ ഒരു സമയത്ത് കിരണിന്റെ ഫോണിലേക്ക് അവര് മെസ്സേജ് വരുന്നുണ്ട്. ആദർശും നയനയും ആ മെസ്സേജ് കാണിക്കാൻ പറയാണ്. അങ്ങനെ കിരൺ ആ മെസ്സേജ് ഇവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനകത്ത് റിപ്പോർട്ടില് അബി എന്ന പേര് അവർ കാണുന്നത്. അപ്പോഴേക്കും ആദർശ് നയനെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. നയനെ പറയാണ്, കണ്ടോ ആദർശേട്ടാ, ഇപ്പൊ മനസ്സിലായില്ലേ കാർ തടഞ്ഞ് ആരാ ആ റിപ്പോർട്ട് കൊണ്ടുപോയെന്ന്? കിരൺ ചോദിക്കാണ്. അബി തന്നെയാ അല്ലേടാ? അതേടാ, അബി തന്നെയാ, അവൻ തന്നെയാ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇവനെ പക്കാ ഫ്രോഡാടാ, ഇനി ഇവനെ വെറുതെ വിട്ടാ പറ്റില്ല. കിരൺ പറയുന്നുണ്ട്, എങ്കിലും വീട്ടിൽ തന്നെ നിന്നോണ്ട് ഇത്രയും സംഭവങ്ങളൊക്കെ കിട്ടിയത് നിങ്ങളെല്ലാം കാരണം കൊണ്ടല്ലേ. നിങ്ങൾ ഒരിക്കലും അവനെ വേർതിരിച്ച് കണ്ടിട്ടില്ലല്ലോ. പക്ഷെങ്കിൽ ഇത്രയ്ക്കൊരു മനസ്സ് അവൻ്റെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് കൂടി ഇല്ല എന്ന് കിരൺ പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, പണ്ട് തൊട്ടേ അവൻ അങ്ങനെയാടാ. അവന് ഒരിക്കലും ആരോട് നന്ദി സ്നേഹം ഒന്നുമില്ല. അവന്റെ അമ്മ പഠിപ്പിച്ച രീതിയല്ലേ അവൻ വളരുള്ളൂ. അവരങ്ങനെ തന്നെയാ അവരുടെ സ്വഭാവം. ഇപ്പോഴും അവർ ആരെങ്കിലും സ്നേഹിക്കുന്നത് സ്വന്തം കാര്യസാഹത്തിന് വേണ്ടി മാത്രമാണ്. നയന പറയുന്നുണ്ട്, കിരണേട്ടാ, കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്റെ ചേച്ചിയോട് അവന് ഭയങ്കര ആത്മാർത്ഥയെ സ്നേഹമാക്കിയ. അങ്ങനെ ചേച്ചിയുടെ മനസ്സ് മൊത്തം അവൻ പിടിച്ചു പറ്റിയിരിക്കുക. അതിന്റെ റീസൺ അപ്പോ ഇത് തന്നെ ആയിരിക്കും. കുറെ നാൾ കൊണ്ട് അവനത് ടെൻഷൻ ഉണ്ടെന്നും നവ്യേച്ചി പറഞ്ഞിരുന്നു. അതിന്റെ കാരണപ്പം ഇത് തന്നെ ആയിരിക്കും. എന്തായാലും അവനാള് കൊള്ളലോട് ആദർശേ, ഇത്രയൊക്കെ അവൻ ഒപ്പിച്ചു വെച്ചല്ലോ. ആണോന്നോ?
കിരണേ, ഞാനന്ന് മുത്തശ്ശൻ വിളിച്ചിട്ട് പോയപ്പോഴുണ്ടല്ലോ, അവിടെ ചെന്നപ്പോ ആ പെണ്ണ് ഹോസ്പിറ്റലാ. അബി ഞങ്ങളുടെ പിന്നാലെ വന്നു. മരിച്ചു എന്നറിഞ്ഞപ്പം അവന്റെ മുഖത്തൊരു ഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചതാ. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഭിത്തിയിലും അവിടെ സൈഡിലും എല്ലാം എന്റെയും ആ പെണ്ണിന്റെ ഫോട്ടോ. അതല്ലടാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആ ആ കുട്ടിയാണല്ലോ ചന്തുമോള്. ആ ചന്തുമോള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അച്ഛാന്നും പറഞ്ഞിട്ട്. ആ കുട്ടിയെ പോലും അപ്പവും ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ നാടകം കളിച്ചിട്ട് അതാരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്റെ കുട്ടിയാണെന്ന് ഞാൻ ഏറ്റോളം എന്നൊക്കെ വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് അവൻ എന്റെ മുമ്പിലേക്ക് വന്നപ്പോ അതൊന്നും വേണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് അവൻ എന്റെ കള്ളത്തരങ്ങളൊക്കെ ഒളിച്ചു വെക്കാന്നും പറഞ്ഞുകൊണ്ട് എത്ര രൂപ എന്നെ മേടിച്ച് നിനക്കറിയാമോ? ഒരു ബ്രാഞ്ച് പോലും അവന്റെ പേരിലേക്ക് ആക്കാൻ ഞാനും മുത്തശ്ശനോട് ആലോചിക്കായിരുന്നു. എന്തായാലും കള്ളിയെല്ലാം വിളിച്ചിട്ടായല്ലോ. ഇപ്പോഴും എന്നെ അവരെന്നും പറഞ്ഞ് അവൻ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആദർശ് പറയുന്നുണ്ട്. എന്തായാലും DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം. നീ ഇതെന്തായാലും കൊണ്ട് എല്ലാവരെയും കാണിക്ക്. അവന്റെ മുഖം പൊടിയെ അങ്ങ് വലിച്ചു കീറ്. അവനെ അടിച്ച് പുറത്താക്കടാ, അത് തന്നെ നല്ലത്. ഇനി സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും നമ്മുടെ വീടിന് ദോഷം വന്നാലേ ആ മരം അങ്ങ് വെട്ടിയേക്കണം. അല്ലെങ്കിലേ ആ വീട് മുഴുവനായിട്ട് നമ്മുടെയും കൂടെ ജീവൻ എടുത്തോണ്ട് പോകും. അത് നിനക്ക് ഓർമ്മ വേണം എന്ന് കിരൺ പറയുന്നുണ്ട്. നയന എന്തായാലും അവനെ പൂർണ്ണമായി വിശ്വസിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അതാണ് ഇവന്റെ ആത്മവിശ്വാസം. അല്ലെങ്കിൽ ഇവനിപ്പോ വല്ല അറ്റാക്ക് വന്ന് വല്ല ഹോസ്പിറ്റലും ആയേനെ. എന്തായാലും നീ അവനെ ആശ്വസിപ്പിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. കിരണേ, അത്യാവശ്യ കാര്യം എൻ്റെ അമ്മയെ കൊണ്ട് റിസൾട്ട് കാണിക്കുക എന്നുള്ളതാ. അമ്മ എന്നെ ഒട്ടും വിശ്വസിക്കുന്നില്ല. എന്നെ ഇങ്ങനെ അമ്മ വെറുക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അമ്മയ്ക്ക് ഇപ്പൊ എന്നെ കണ്ണിനെ കണ്ടുകൊടുത്ത അവസ്ഥയാ. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ തന്നെ കൊണ്ട് ഇത് കാണിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും സന്തോഷമായല്ലോ. പിന്നെ ഹാബിക്കുള്ള പണിയെ നമുക്ക് കൊടുക്കാം. നീ എന്നെക്കൂടെ വിളിച്ചാൽ മതി. നമുക്ക് രണ്ടെണ്ണം നമുക്ക് നല്ല പൊട്ടി കണ്ടിട്ട് കൊടുക്കാം. നീയൊന്നും വേണ്ടടാ, ഞാൻ തന്നെ മതി. അവനെ ഞാൻ ഇഞ്ചപ്പരുവാക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ആ അനഘയെ ഞാൻ കാണാൻ പോയപ്പോഴേ അവൻ വന്ന് എന്നെ വഴി തടഞ്ഞിട്ട് പറയാ ഞാൻ നാറാൻ പോവാണെന്ന്. നാറാൻ പോണെന്നൊക്കെ നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് ആദർശ് നയനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി സെറ്റിയിലിരിക്കായിരിക്കും. ആദർശിനെ കണ്ടപാടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോകുന്നുണ്ട്. അമ്മേ, ഒരു സെക്കൻഡ്, അമ്മയോടെ നിന്നേ. എന്താ കാര്യം രണ്ടുപേർക്കും? നിനക്ക് നാണമില്ലേ നയന ഇവനെയും കൂട്ടി നിനക്ക് ഇറങ്ങിടക്കാന്? ഞാവല്ലാണെങ്കിലേ ഡിവോഴ്സ് ചെയ്തിട്ട് എന്റെ പാട്ടിന് പോയനെ. ഇവളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് നിന്റെ ഭാഗ്യവാ. അതുകൊണ്ടാ നീ ഇപ്പോഴും ഇങ്ങനെ അഴിഞ്ഞാടി വീണ്ടും വീണ്ടും നടക്കുന്നത്. അമ്മ ഞാൻ കാണിക്കുന്നൊന്ന് കണ്ടോ, എന്നിട്ട് അമ്മ പോയിക്കോ. അപ്പൊ ഈ ഫോണിലുള്ള ആ ഒരു കോപ്പി അവര് പേപ്പറിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതമ്മ നോക്കിയിട്ട് അമ്മ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇത് എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനി ഇത് മേടിച്ച് തുറന്നു നോക്കാണ്. അപ്പോഴേക്കും ചന്ദമോളുടെ സാമ്പിളും അബിയുടെ സാമ്പിളുടെ മാച്ചിങ് ആണെന്നും അവര് അച്ഛനും മകളും ആണെന്ന് ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവയാനി. ഇത് സത്യമാണോ? അതെ അമ്മേ, സത്യമാണ്. അബി നമ്മളെല്ലാരും കുടുക്കിയതാ. നമ്മളെല്ലാരും അല്ല, എന്നെ മനഃപൂർവ്വം കരിവാർത്തേക്കാൻ വേണ്ടി അവൻ ശ്രമിക്കായിരുന്നു. അവനാണ് ആ അനഘയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞത്. ആ അനഘയെ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ചിരിക്കുന്നത്. അതില് പെട്ടുപോയത് നവിയാണ് എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അമ്മേ, ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ ആദിശേട്ടന്റെ കൈകൾ ശുദ്ധാണെന്ന്. ഇതിനെ പിന്നിൽ കളിച്ചത് അബിയാണെന്നും എനിക്ക് 90% ഉറപ്പായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം അബിയുടെയും ചന്തുമോളുടെയും കൂടെ സാമ്പിള് ആദിശേട്ടന്റെ സാമ്പിള് കൊണ്ടുപോയി DNA ടെസ്റ്റിന് അയച്ചിരുന്നു. അങ്ങനെയാ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. കിരണേട്ടനാ കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട്, ആദശേ സോറി, ഞാൻ അറിഞ്ഞില്ല, മോനോട് ക്ഷമിക്കണം. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് നിന്റെ ഭാര്യ വിശ്വസിച്ച പോലെ പോലും ഞാൻ നിന്നെ വിശ്വസിച്ചില്ലല്ലോടാ, സോറിടാ എന്ന് പറയുമ്പോഴേക്കും സാരമില്ലമ്മേ. പെട്ടെന്നൊരാൾക്ക് കേൾക്കുമ്പം ആർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അത് അവരൊന്നും ചിന്തിക്കത്തു കൂടിയില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ വിഷമിക്കണ്ട. അതല്ല എങ്കിലും ഞാൻ പ്രസവിച്ച മോനല്ലേ നീയ, നിന്നെ വിശ്വസിക്കാൻ എന്നിട്ട് എനിക്ക് ആയില്ലല്ലോ. എന്നോട് ക്ഷമിക്കണേടാ. അമ്മ സാരമില്ലമ്മേ, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ എന്തായാലും എന്നെ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഇനി ഇവിടെയുള്ള എല്ലാവരെയും എനിക്കിത് കാണിക്കണം. ആദ്യം ഞാൻ കൊണ്ടേ മുത്തശ്ശിയും കാണിക്കട്ടെ. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എല്ലാവരെയും കാണിക്കാൻ എന്നും പറഞ്ഞിട്ട് ആദർശ് ആ റിസൾട്ടും കൊണ്ട് നേരെ മുത്തശ്ശിന്റെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട്. നയനയും ദേവയാനിയും ആ കൂടെ പോവാണ്.
മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താണ് ആദർശേ, എല്ലാരും കൂടി നിന്നെ പിച്ചു ചീന്താണല്ലേ? ഞാനെല്ലാം അറിയുന്നുണ്ട്. നിന്നെ തലങ്ങും വിലങ്ങും ഇട്ടും എല്ലാവരും കൂടി ഓരോന്നൊക്കെ പറയുന്നതും എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു DNA ടെസ്റ്റിനുള്ള ഏർപ്പാടുണ്ടാക്കണം എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇനി അതിന്റെ ആവശ്യമില്ല മുത്തശ്ശ. അതെന്താ മോളെ, ഞങ്ങളെ ഓൾറെഡി അത് എടുത്തു കഴിഞ്ഞു. അബിയുടെയും ചന്ദമോളുടെയും ആദർശേട്ടൻ്റെയും അനിയുടെയും സാമ്പിളുകൾ കൊണ്ടുപോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അതിലെ റിസൾട്ട് ആരാ വന്നെന്നറിയാമോ? ആരാ മോളെ എന്ന് ആശ്ചര്യത്തോടുകൂടി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, അത് വേറെ ആരുമല്ല, നമ്മൾ സംശയിച്ച പോലെ തന്നെ അബി തന്നെയാ മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അബിയോ? അതെ, അബി തന്നെ. എനിക്കും തോന്നിയിരുന്നു മോളെ അത് അവൻ തന്നെ ആയിരിക്കുമെന്ന്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ കളിച്ചത്. എല്ലാവരെയും അവൻ മണ്ടനാക്കിയില്ലേ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ നയന പറയാണ്, പാവം എൻ്റെ ആദിശേട്ടനെ. ആദിശേട്ടൻ അവൻ എന്തോരം പറഞ്ഞു. അവൻ കാരണം എന്തുമാത്രം ആദിശേട്ടൻ കുറച്ചു ദിവസം കൊണ്ട് തീരുന്നത്. എന്തോരം സഹിച്ചു, എത്ര പേരെ കളിയാക്കല് കേട്ടു. അമ്മ പോലും ആദിശേട്ടനെ തള്ളിപ്പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തു എന്ന് നയന പറയുന്നുണ്ട്. എന്തായാലും അവനെ വെറുതെടാൻ പാടില്ല. എല്ലാവരും അവൻ മണ്ടന്മാരാക്കിയതല്ലേ. എല്ലാ കാലവും സത്യങ്ങൾ മൂടിവെക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ അവന് മനസ്സിലായി കാണും. എന്ത് ബ്രില്യൻ്റ് ആയിട്ടാ അവൻ കളിച്ചത്. നമ്മളെ എല്ലാവരെയും അവൻ പൊട്ടനാക്കല്ലായിരുന്നോ? അവനും എൻ്റെ അമ്മയും കൂടി കളിച്ച് നാടകമായിരിക്കിത്. അച്ഛാ, അതിന് സാധ്യതയില്ല. ജലജയ്ക്ക് ഇതൊന്നും അറിയില്ല. കാരണം അല്ലെങ്കിൽ ജലജ എന്നെ കളിയാക്കാൻ നിൽക്കില്ലായിരുന്നു. എന്തായാലും ഇത് നവ്യ അറിയുമ്പോൾ എന്തായിരിക്കും അവസാന മുത്തശ്ശ ഞാൻ ചിന്തിക്കുന്നേ. എന്താ അവളും അറിയട്ടെ അവന്റെ കെട്ടിയവന്റെ സ്വഭാവം. പാവം നവ്യേച്ചി അറിയാതെ കുടുങ്ങിപ്പോയതാ മുത്തശ്ശ. എന്ത് ചെയ്യാൻ സാധിക്കും? നവ്യേച്ചി വിവാഹം കഴിച്ചതിന് ശേഷവും അവയ്ക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം നവ്യേച്ചി പറഞ്ഞ് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് നവ്യേച്ചി കുറച്ചെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നത്. കാരണം നവ്യേച്ചി ഇപ്പം അഭി സ്നേഹിക്കുന്നതെല്ലാം സത്യമാണെന്ന് കരുതിയിരിക്കുക. പക്ഷെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു മുൻകൂർ ജാമ്യം എടുത്താണ് അവൻ. അതൊന്നും അറിയാതെ എൻ്റെ പാവം ചേച്ചി അവൻ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മോളെ, അതൊന്നും സാരമില്ല. എന്തായാലും അറിയേണ്ട സത്യങ്ങൾ എല്ലാവരും അറിയിക്കണം. അത് തന്നെയാ വേണ്ടത്. അഭിക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും നവ്യ അറിയണം. അറിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാല് അവൾ തീരുമാനിക്കട്ടെ. അവളുടെ തീരുമാനത്തിനൊപ്പം തന്നെ നിൽക്കും ഞാനും ഇയാളും ഒക്കെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട്, അല്ല നമ്മൾ അങ്ങനെ പറഞ്ഞാല് അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഇവനുണ്ടാക്കി വെച്ച പ്രശ്നമൊന്നും നമുക്ക് പോരെ. എന്തായാലും എല്ലാവരും അറിയട്ടെ ഈ സംഭവങ്ങളെല്ലാം. ആദർശേ, ആ കോപ്പിയും കൊണ്ട് നീ എന്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. അഭി ഉറക്കാണ്. എന്തായിരിക്കും കിളവൻ എല്ലാരെയും വിളിച്ചു വരുത്താനുള്ള കാരണം? ഇനി ആദർശിന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് സ്വത്തുക്കളെല്ലാം വീതം വെക്കാനെങ്ങാനും പോവാണോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. എല്ലാം വീതം വെച്ച് കിട്ടിയാല് എല്ലാ ആണത്തിനെയും ഇട്ടിട്ട് ഒറ്റ പോക്ക് പോണം. എവിടെയെങ്കിലും പോയി നല്ല സുഖിച്ച് ജീവിക്കണം എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ദാ എല്ലാവരും കയ്യില് ഞാനൊരു പേപ്പർ കാണിക്കാം, അതൊന്ന് വായിച്ചു നോക്ക് എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിലും അത് കൊടുക്കാണ്. എല്ലാവരും വായിച്ച് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ജാനകിയും അനാമികയും അങ്ങനെ എല്ലാവരും വായിച്ച് എല്ലാവരും ഞെട്ടിയാണ് കേട്ടോ പാസ് ചെയ്യുന്നത്. അവസാനമായി വരുന്നത് നമ്മുടെ നവ്യയുടെ കൈകളാണ്. അത് കരഞ്ഞുകൊണ്ടാണ് നവ്യ അബിയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇത് കണ്ടുടനെ അബി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അബി ഓർക്കാണ്, ഈശ്വര, ഇത് ഞാൻ കീറിക്കളഞ്ഞാണല്ലോ, പിന്നെ ഇവരുടെ കയ്യിൽ എങ്ങനെ എത്തി എന്ന് ഓർക്കുന്നുണ്ട്. നവി പറയാണ്, എനിക്ക് അപ്പളേ തോന്നിയടാ, നീ ആദർശനെ കുറ്റം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഇതിനെ പിന്നിൽ നീ ആയിരിക്കുമെന്ന്. എന്നിട്ടും ഒരു മണ്ടിയെ പോലെ ഞാൻ നിന്നെ വിശ്വസിച്ച് പോയല്ലോടാ. കിടക്കുന്നതേ നമ്മുടെ കുഞ്ഞാ, അതുപോലെ നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അബി പറയുന്നുണ്ട്, എന്റെ പൊന്നു നവി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരു പേപ്പർ പൊക്കിക്കൊണ്ട് വന്ന ഉടനെ അതാവോ സത്യമല്ല? ഇത് നോക്ക്, ഇത് ഒറിജിനൽ പോലുമല്ല, എവിടുന്ന ഫോട്ടോ കോപ്പി എടുത്തതാ. ഇങ്ങനെയൊക്കെ ഇത് എന്തോരം സാധിക്കുന്നറിയാവോ? ഈ പേരൊക്കെ അച്ചടിച്ച് മാറ്റാന്ന് മാത്രമേ ഉള്ളൂ. ഈ പേപ്പർ ഒരു കമ്പ്യൂട്ടറിലേക്ക് വെച്ചിട്ട് ആ പേരിന്റെ സ്ഥലത്ത് ഇപ്പൊ നവ്യാന്ന് ചേർത്താലേ അടുത്ത കോപ്പി വരുമ്പം അത് നവ്യാന്നേ വരുവുള്ളൂ. അത്രക്കും ടെക്നോളജിയൊക്കെ വളർന്നിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലേ നവ്യ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നവ്യ എന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, എന്താണ് സത്യം എന്ന് ഓർത്തിട്ട്. അഭി പറയാണ്, നവ്യയെ ഒന്നെങ്കിൽ ഇത് ആദിശേട്ടന്റെ കുട്ടിയാ, അല്ലെങ്കിൽ ഇത് മറ്റാരെയോ കുട്ടിയാ. അത് മറയ്ക്കാൻ വേണ്ടി എന്റെ തലയിൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ട് ആദിശേട്ടൻ മനഃപൂർവ്വം ചെയ്തതാ ഇതെല്ലാം.
ആദിശേട്ടനും നിന്റെ അനീതിയും കൂടിയിട്ട് എന്നെ എങ്ങനെയും കളനാക്കണം. അതാ ഇവരുടെ പ്ലാനിങ്. മറ്റാരാണ് അച്ഛനെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്റെ മേലെ പഴിചാരുവാണെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാമല്ലോ. അതുകൊണ്ടാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. ആദിശേട്ടന്റെ ആദർശവും സൽപ്പേരും ഒക്കെ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടി നോക്കാം. മുത്തശ്ശൻ പറഞ്ഞുണ്ട്, മതിടാ, നിർത്തടാ, എല്ലാ സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു. ഇന്ന് നീ ആരാടാ പറ്റിക്കാൻ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇല്ല മുത്തശ്ശ, ഇത് ആദിശേട്ടൻ കൊണ്ട് കാണിച്ചതല്ലേ. ആദിശേട്ടന് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിട്ട് ആദിശേട്ടൻ ചെയ്ത ട്രിക്കായതെല്ലാം. അല്ലെങ്കിൽ ദാ ഇതിന്റെ ഒറിജിനൽ സീൽ എവിടെ? ഇത് കണ്ടോ? ഇത് വെറും ഫോട്ടോ കോപ്പി മാത്രമാണ്. ഇത് ഒറിജിനൽ അല്ല. മുത്തശ്ശനൊന്ന് നോക്കിയേ, ആ പേരുള്ള സ്ഥലത്തൊക്കെ കണ്ടോ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ആരോ കരുതി കൂട്ടി ചെയ്താ മുത്തശ്ശ, എന്നെ വെട്ടിലാക്കാൻ വേണ്ടിട്ട്. അല്ലാതെ ഇതൊന്നും സത്യമല്ല. നിങ്ങളെങ്കിലും ഞാൻ പറഞ്ഞു വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട്. നവി പറയാണ്, മുത്തശ്ശ, അത് പിന്നെ ഈ പേപ്പർ എന്തായാലും ഒറിജിനൽ അല്ല. കാരണം ഇത് കോപ്പിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ആദിശേട്ടാ, അബിയുടെ DNA ടെസ്റ്റിനുള്ള സാമ്പിൾസ് എടുത്തോ, ഞാൻ തന്നെ തരാം. അതും ചന്തുമോളുടെയും ആദിശേട്ടനെയും അനിയനെയും സാമ്പിൾസ് എടുക്കണം. എന്നിട്ട് എനിക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് തന്നെ കൊണ്ട് കൊടുക്കാം. അങ്ങനെ നേരിട്ട് തന്നെ അത് മേടിക്കുകയും ചെയ്യണം. ഒറിജിനൽ സീൽ ചെയ്ത് എനിക്ക് കിട്ടുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ വിശ്വസിക്കാം. അല്ലാതെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നവി പറയുന്നുണ്ട്. ആദിശ് പറയാണ്, ഞാനത് ഇവൻ ചെയ്താണെന്ന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല, എന്റെ നിരപരാധിത്വം കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ. കിരൺ ആണെങ്കിൽ അതിന്റെ ഒറിജിനലായിട്ട് വന്നതാ. ആ വഴിക്ക് വെച്ച് ആരോ അവന്റെ വണ്ടി തടഞ്ഞ് അവനെ അടിക്കുകയൊക്കെ ചെയ്തു. അവനും കുറെ അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴാണ് കാര്യം ആ ഒറിജിനൽ മിസ്സായത്. അങ്ങനെ ഞങ്ങൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ ഈ കോപ്പി ഇട്ട് തന്നത്. എന്തായാലും എന്റെ മനസ്സിന് ആശ്വാസമായി. ഞാനുള്ള തെറ്റുകാരനെന്ന് എനിക്ക് മനസ്സിലായി. അത് ഇവനാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനി ദൈവം തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും എനിക്ക് സമാധാനമായി. അമ്മയ്ക്ക് ഇപ്പൊ വിശ്വാസമായല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേവേനി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വാസമായടാ. പിന്നെ നവിയുടെ ഭർത്താവാണല്ലോ അവൻ. അതുകൊണ്ട് അവൾക്ക് ആ തെളിവുകളൊന്നും പോരാ. എത്രയും പെട്ടെന്ന് ഇവനാണെന്നുള്ള തെളിവുകൾ നീ കൊണ്ട് കാണിക്ക്. എങ്കിലേ നിനക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂന്ന് ദേവേനി പറയുന്നുണ്ട്. നിന്റെ കൈകൾ ശുദ്ധമാണെന്ന് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ. അതുകൊണ്ട് നീ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചെയ്യുമേ, എത്രയും പെട്ടെന്ന് ഞാൻ തെറ്റുകാരനല്ലെന്നും ശരിക്കുള്ള തെറ്റുകാരൻ ആരാണെന്നും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, അതെ അബി, എന്തായാലും സത്യങ്ങൾ ഒരുപാട് കാലം ആർക്കും മുടിയേക്കാൻ സാധിക്കില്ല. അത് മറന്നേക്കി എപ്പോഴെങ്കിലൊക്കെ പുറത്തു വരും. പുറത്തു വരുമ്പോഴേ അത് താങ്കളുടെ ശക്തി നിനക്ക് ഉണ്ടാവണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. നവിമോളെ, മോള് പറഞ്ഞത് സത്യമാണ്. മോളുടെ ഭർത്താവ് കുറെ കാലം കൊണ്ട് മോളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോൾക്കത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ മോൾ അത്രത്തോളം അബിയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാ. ആ വിശ്വാസം കാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. നവി പറയുന്നുണ്ട്, അബി, നീ പറഞ്ഞത് സത്യമാണല്ലോ. എന്റെ പൊന്നു നവിയെ, അതെ, ഇപ്പോളെ എന്റെ പേരിലൊരു ബ്രാഞ്ച് ആക്കണമല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ആദിശേട്ടൻ എന്റെ മേലെ ഓരോ പഴി ചാരുക. അല്ലാതെ ആ കുട്ടി ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, അല്ലേലും അങ്ങനാണല്ലോ, ഞാൻ എന്നോട് എടുത്തു വളർത്തിയല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇരട്ടത്താപ്പ. എന്നെ എന്റെ മോനെയും ആർക്കും കണ്ണിന് കണ്ടൂടാ. എങ്ങനെയെങ്കിലും അവിടെ പുറത്താക്കണമെന്ന് ഓർത്താ എല്ലാവരും നടക്കുന്നേ. അതിനായിട്ട് ഓരോരുത്തരും കരുതി കൂട്ടുകാരെന്നൊക്കെ ചെയ്തോണ്ടിരിക്കുക. അല്ലാതെ ഇതിലൊന്നും സത്യമില്ല. എന്റെ മോനെ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞിട്ട് ജലജ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. നവിയാണെങ്കിൽ ആകെപ്പാടെ സംശയത്തിൽ നിൽക്കാണ്. ശരിക്കും അഭി തെറ്റ് ചെയ്തോ അതോ ചെയ്തില്ലേ? ആദിശേട്ടൻ പറ്റിക്കാൻ പറഞ്ഞാണോ അതോ സത്യമാണോ ഒന്നും അറിയാതെ ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാണ് നവ്യ.